ഒറിജിനൽ കുറുവ സംഘവും ഡ്യൂപ്ലിക്കേറ്റ് കുറുവ സംഘവും പിടിച്ചുപറിക്കായി ഇറങ്ങിയത് കാരണം നാട്ടിൽ സമാധാനമില്ലാതായി. അപ്പോൾ ഇതാ ഇറങ്ങുന്നു അസൽ കുറുവ സംഘം. വീട്ടിൽ മീറ്റർ വെച്ചാണ് പിടിച്ചുപറി. കൂടെ ഇരുട്ടടിയും. യൂണിറ്റ് 1-ന് 16 പൈസ വെച്ച് കൂട്ടിയാണ് ഷോക്കടിപ്പിച്ച് മോഷണം. ഞാനൊന്നും അറിഞ്ഞില്ലേ, എല്ലാം KSEB എന്ന കമ്പനിയാണ് എന്ന് സർക്കാരിൻ്റെ വാദം. മുഖം മറച്ച് അർദ്ധനഗ്നരായിട്ടാണ് കുറുവ സംഘം മോഷണത്തിനെത്തുന്നത്. കയ്യിൽ ആയുധമുണ്ടാകും. വീടിന്റെ പിൻവാതിൽ തകർത്തേ അകത്തു കിടക്കൂ. പ്രതിരോധിച്ചാൽ ആക്രമിക്കും. ദിനത്തിലെ ഇലക്ട്രിക് ഷോക്കായി വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് വർധന 16 പൈസ. വർധനവ് എല്ലാവർക്കും ദോഷം തന്നെ. അത് ഞാൻ പക്ഷെ നിവൃത്തിയില്ല. അതുകൊണ്ട് വർദ്ധിപ്പിച്ചതിൽ വലിയ അപാകതയില്ല എന്നുള്ളതാണ്. അത്രയും ചെറിയ വർധനവേ വന്നിട്ടുള്ളൂ. ഇപ്പം ഞങ്ങളെ ആലപ്പുഴയിൽ ഇപ്പം കുറുവ സംഘത്തിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കുഞ്ഞുങ്ങളെ പേരിൽ കരീപ്പിച്ചിട്ട് വീട് കവർ ചെയ്യുകയാണ്. ഇത് മീറ്റർ ഘടിപ്പിച്ച് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള സർക്കാർ, പിണറായി സർക്കാർ. ഓരോ വീടിലും മീറ്റർ ഘടിപ്പിച്ചിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീരപ്പനാളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷേ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. സർക്കാർ ജനങ്ങളെ വീണ്ടും ഷോക്കടിപ്പിച്ചിരിക്കുക. വൈദ്യുതി ബോർഡിലെ അനാസ്ഥയ്ക്കും അഴിമതിക്കും വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ഗുണഭോക്താക്കളാണ്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന KSEBയെ രക്ഷിക്കാൻ ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഇത് പിടിച്ചേ, സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർ ജനലെ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. ഈ കൂട്ടലിൽ ഒരു ചതി കൂടിയുണ്ട്. ഏപ്രിൽ മുതൽ മാർച്ച് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ 12 പൈസ കൂടെ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്കുക, അതാ നല്ലതെന്ന് തോന്നാ. പൊതുജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള റോഡ് അടച്ച് പാർട്ടി സമ്മേളനവും അമ്പലത്തിലെ ഉത്സവവും നടത്തുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം. ഗതാഗതത്തിന് തടസ്സമുണ്ടാകരുതെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ റോഡിൻ്റെ ഒരു വശത്തെ ഗതാഗതം അടച്ച് CPM പൊതുസമ്മേളന വേദി കെട്ടിയത് വിമർശനത്തിന് കാരണമാക്കിയിരുന്നു. പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് മാധ്യമങ്ങളുടെ തറവേലയാണ് എന്നാണ്. ഇരുഭാഗത്തും ഗതാഗതമുള്ള റോഡിൻ്റെ ഒരു വശത്ത് കെട്ടി അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് സഖാവിന് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ പോലീസിനും മനസ്സിലായില്ലെന്നുണ്ടോ? ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്നറിയണമല്ലോ. പാളയം ഏരിയ സമ്മേളന പന്തൽ നിർമ്മിച്ചത് കോടതിക്ക് മുന്നിലെ വഴി അടച്ച്. നാട്ടുകാർക്കൊന്നും ഒരു പരാതിയില്ല. ഇവിടെയൊക്കെ ഉള്ളവർക്കാർക്കും ഒരു പരാതിയില്ല കാര്യത്തിൽ. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കിടക്കണം. സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള പോലീസുകാർക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി എന്താണ് ഇവിടെ സ്റ്റേജ് കെട്ടുന്നതെന്ന് അറിവ് പോലും ഇല്ലായിരുന്നു. 6 മാസം കൂടെ ഉള്ളു. അതിനുമ്പ് തൊപ്പി തെറിപ്പിക്കോ താൻ. സാർ ഇങ്ങനെ പേടിച്ചാ എങ്ങനെയാ? തനിക്കത് പറയാം. അല്ലാണ്ട് അവിടെ ചില പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടെന്നുള്ളതല്ല. ഇതാ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇമാതിരിയാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ. എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ച് ഒറ്റ നടക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഇവിടെ. റോഡ് ക്ലോസ് ചെയ്ത് സ്റ്റേജ് കെട്ടി എന്നുള്ള ആക്ഷേപം ഞങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള അനുവാദവും വാങ്ങി. അതോടൊപ്പം തന്നെ ഒരു റോഡിലൂടെ യഥേഷ്ടം വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്.